നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചുകൊണ്ട് കൊളംബിയയിൽ നയതന്ത്ര വിജയം നേടിയ ശശി തരൂരും സംഘവും അടുത്ത രാജ്യത്തെത്തി. ബ്രസീലിലെത്തിയ ദൗത്യസംഘം ഇന്ത്യയുടെ നിലപാട് ബ്രസീലിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കും. അതേസമയം സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങളെ ഒന്നും തൽക്കാലം ഗൗനിക്കാൻ തരൂരും തയ്യാറല്ല. സ്വന്തം പാർട്ടിയിൽ നിന്നടക്കം തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്ന് കോൺഗ്രസ് എം പി വ്യക്തമാക്കി. ഏൽപ്പിച്ച ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം ANAയോട് പറഞ്ഞു. അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സഹപ്രവർത്തകരോടും വിമർശകരോടും മാധ്യമങ്ങളോടും സംസാരിക്കാൻ അവസരം ലഭിക്കും. ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സന്ദർശിക്കുന്ന രാജ്യങ്ങളിലും ഇവിടുത്തെ ജനങ്ങളിലേക്കും സന്ദേശം എത്തിക്കുന്നതിനാണ്. തരൂരിനെ ഉദ്ധരിച്ച് ANA റിപ്പോർട്ട് ചെയ്തു. പനാമ, ഗയാന, കൊളംബിയ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷമാണ് തരൂരും സംഘവും ഞായറാഴ്ച ബ്രസീലിലെത്തിയത്. ബ്രസീലിൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അടുത്തയാഴ്ച സർവകക്ഷി സംഘം അമേരിക്കയിലേക്ക് തിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച നടപടി നിരാശാജനകമെന്ന് ശശി തരൂർ എം പി വ്യക്തമാക്കിയതിന് പിന്നാലെ പ്രസ്താവനയിൽ മാറ്റം വരുത്തിയിരുന്നു കൊളംബിയ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ത്യയുടെ നിരാശ അറിയിച്ചതിന് പിന്നാലെയാണ് പ്രസ്താവന തിരുത്തി ഇന്ത്യക്ക് പിന്തുണ നൽകാൻ കൊളംബിയ ഒരുങ്ങിയതെന്നും തരൂർ പറഞ്ഞു. കൊളംബിയയുടെ നിലപാടിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് US മുൻ അംബാസിഡറും BJP നേതാവായ തരൺജിത് സിംഗ് സദ്ധവും വ്യക്തമാക്കി. സിംഗും തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നു. കൊളംബിയയുടെ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രിയുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി കൊളംബിയയുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ചതായി സിംഗ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ വിശദീകരണത്തിൽ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കിയെന്നും ഇന്ത്യയുമായി ചർച്ച തുടരുന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കൊളംബിയൻ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധപ്പെടുന്നതിനായി 33 രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇന്ത്യ നിയോഗിച്ച 7 ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങളിലൊന്നാണ് തരൂരിന്റെ സംഘം. സർഫറാസ് അഹമ്മദ്, GM ഹരീഷ് ബാലയോഗി, ശശാങ്ക് മണി ത്രിപാഠി, ഭുവനേശ്വർ കലിത, മിലിന്ദ് ദിയോറ, തേജസ്വി സൂര്യ, US മുൻ അംബാസഡർ തരൺജിത് സിംഗ് സദ്ധു എന്നിവരാണ് തരൂരിന്റെ സംഘത്തിലുള്ളത്. നേരത്തെ സർവകക്ഷി സംഘത്തിൽ തരൂരിനെ സർക്കാർ നിയമിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം ഉയർന്നിരുന്നു. ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കാൻ പാർട്ടി നൽകിയ പേരുകൾ കേന്ദ്രം അവഗണിച്ചു എന്നായിരുന്നു കോൺഗ്രസ് ആരോപണം. കൂടാതെ കോൺഗ്രസ് MP ജയറാം രമേശ് പരോക്ഷമായി തരൂരിനെ ഉദ്ദേശിച്ച് നടത്തിയ പരാമർശവും കോൺഗ്രസിനുള്ളിലെ അസ്വാരസ്യങ്ങൾ തുറന്നു കാട്ടുന്നതായിരുന്നു. നമ്മുടെ MPമാരും ഭീകരരും കറങ്ങി നടക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ലജ്ജാകരവും അപലപനീയവും അസംബന്ധവുമായ പ്രസ്താവനയാണിതെന്നും പാർലമെന്റിന്റെ പ്രത്യേക അവകാശ സമിതി ഉടൻ നടപടി സ്വീകരിക്കണമെന്നും BJP നേതാവ് ഷഹ്സാദ് പൂനാവാലയും തിരിച്ചടിച്ചിരുന്നു. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ജോൺ ബ്രിട്ടാസ് MPയും വിശദീകരിച്ചിരുന്നു. രാജ്യ താൽപര്യം വരുമ്പോൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണെന്നും അതാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യവും ശക്തിയുമെന്നും ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കി. പ്രതിനിധി സംഘത്തിലെ രാഷ്ട്രീയ വൈവിധ്യങ്ങളെയും അതിലെ ഒത്തൊരുമയും കുറിച്ചും ബ്രിട്ടാസ് വാചാലനായി. കക്ഷികളിൽ 3 കക്ഷികൾ ഭരണപക്ഷത്തിനെതിരാണ്, എങ്കിലും ഞങ്ങൾ ഒരു ദൗത്യത്തിലാണ്. ഇതാണ് ഇന്ത്യയുടെ സംസ്കാരം. ഇങ്ങനെയാണ് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്, വൈവിധ്യങ്ങളുടെ നാടാണ്. എന്നാൽ ഒരു രാജ്യം തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ആഭ്യന്തര തീവ്രവാദത്തെക്കാളും ഭയാനകമാണ്. പാകിസ്ഥാൻ ഒരു മതരാജ്യമായപ്പോൾ ഇന്ത്യ സ്വന്തം വഴി കണ്ടെത്തുകയായിരുന്നു. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യമെന്നും അതാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യമെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തിരുന്നു.